ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് 50 വർഷം തികഞ്ഞത് എന്നാണ് 2024 മെയ് 18-ന്. 1974 മെയ് 18-ന് രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിലുള്ള പൊക്രാൻ ടെസ്റ്റ് റേഞ്ചിൽ രാവിലെ 8:05-നാണ് ആദ്യ ആണവ പരീക്ഷണം വിജയകരമായി നടന്നത്. ബുദ്ധജയന്തി ദിനത്തിൽ നടന്നതിനാൽ ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് പരീക്ഷണത്തിന് നൽകിയ പേര്. ബുദ്ധജയന്തി ദിനത്തിൽ നടന്നതിനാൽ ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് പരീക്ഷണത്തിന് നൽകിയ പേര്. 12-13 കിലോ ടൺ TNT ശക്തിയുള്ളതായിരുന്നു സ്ഫോടനം. ഇന്ദിരാഗാന്ധിയായിരുന്നു അക്കാലത്ത് പ്രധാനമന്ത്രി. പരീക്ഷണ വിജയത്തോടെ US, സോവിയറ്റ് യൂണിയൻ, ഇപ്പോൾ റഷ്യ, UK, ഫ്രാൻസ്, ചൈന എന്നിവ ഉൾപ്പെട്ട ന്യൂക്ലിയർ ക്ലബിലെ 6ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. 1998 മെയ് 11-13 തീയതികളിൽ പൊക്രാനിലെ അതേ ടെസ്റ്റ് റേഞ്ചിൽ വെച്ച് 2ാമത്തെ ആണവ പരീക്ഷണവും വിജയകരമായി നടന്നു. ശക്തി 1, 2, 3, 4, 5 എന്നീ പേരുകളിലുള്ള 5 ബോംബുകളാണ് പരീക്ഷിച്ചത്. ഓപ്പറേഷൻ ശക്തിയുടെ ഭാഗമായി നടന്ന ഈ പരീക്ഷണങ്ങൾ പൊക്രാൻ 2 എന്ന് അറിയപ്പെടുന്നു. AB വാജ്പേയി ആയിരുന്നു ഇക്കാലത്ത് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് 50 വർഷം തികഞ്ഞത് എന്നാണ് 2024 മെയ് 18-ന്. ബുദ്ധജയന്തി ദിനത്തിൽ നടന്നതിനാൽ ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് പരീക്ഷണത്തിന് നൽകിയ പേര്. ഇന്ദിരാഗാന്ധിയായിരുന്നു അക്കാലത്ത് പ്രധാനമന്ത്രി. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റെയ്സി ഏത് രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് നിർമ്മിച്ച ഗിസ് ഗലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത ശേഷം തബ്രീസിലേക്ക് മടങ്ങവെയാണ് US നിർമ്മിത ബെൽ 212 ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. സംഗീത പ്രതിഭയായ പോൾ മക്കാർട്ട്നി അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ബ്രിട്ടനിലെ ആദ്യത്തെ ശതകോടീശ്വരനായ ഗായകൻ. US-ലെ ഏത് സർവകലാശാലയാണ് മാക്സ് എന്ന പൂച്ചയ്ക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്? വെർമോന്റ് സർവകലാശാല. മനുഷ്യരുമായുള്ള സൗഹൃദത്തിൻ്റെയും സാമൂഹിക ഇടപെടലിൻ്റെയും പേരിലാണ് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന പേര് ഡോക്ടറേറ്റ് നൽകിയത്. തൈവാൻ പ്രസിഡന്റായി അധികാരമേറ്റത് വില്യം ലായ്. കടുത്ത ചൈന വിരുദ്ധനും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവുമാണ്. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ബ്രസീൽ. വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയരാകുന്ന ആദ്യ ദക്ഷിണ അമേരിക്കൻ രാജ്യം കൂടിയാണ് ബ്രസീൽ. 4 വർഷം കൂടുമ്പോഴാണ് ടൂർണമെന്റ് നടക്കുക. സ്പെയിനാണ് നിലവിലെ ചാമ്പ്യൻ. കുട്ടികളിൽ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ്. 1 വർഷം നീളുന്ന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 50,000 കുട്ടികളെ പരിശീലിപ്പിക്കും. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഫോബ്സ് മാസികയുടെ 2024 കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. പലസ്തീനെ രാഷ്ട്രമായി ഏറ്റവും ഒടുവിൽ അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ നോർവേ, അയർലൻഡ്, സ്പെയിൻ. UN-ൽ അംഗത്വമുള്ള 193-ൽ 144 രാജ്യങ്ങളും നിലവിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ, ചൈന, റഷ്യ എന്നിവയും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. US, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ അംഗീകരിച്ചില്ല. കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന 2024 ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ശ്രീനിവാസ് R. കുൽക്കർണി. മില്ലി സെക്കൻഡ് പൾസർ, സൂപ്പർനോവ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കണ്ടെത്തലുകൾ നടത്തിയ കുൽക്കർണി കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അധ്യാപകനാണ്. മുംബൈയിലെ നാവികസേന ചിൽഡ്രൻസ് സ്കൂൾ വിദ്യാർത്ഥിനിയായ കാമ്യ 16 വയസ്സ് അടുത്തിടെ ഏത് നേട്ടമാണ് സ്വന്തമാക്കിയത്? എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും. 2024 മെയ് 20-നാണ് 29,032 അടി 8,848.86 മീറ്റർ ഉയരമുള്ള കൊടുമുടി കാമയും പാലക്കാട് കൽപ്പാത്തിയിൽ കുടുംബ വേരുകളുള്ള പിതാവ് S. കാർത്തികേയനും ചേർന്ന് കീഴടക്കിയത്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ജെന്നി എർപെൻബെക്ക്. കിഴക്കൻ ജർമ്മനിയുടെ ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ അന്ത്യവർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 19-കാരിയും 50 വയസ്സുകാരനും തമ്മിലുള്ള തീവ്ര പ്രണയകഥ പറയുന്ന കെയ്റോസ് എന്ന നോവലിനാണ് സമ്മാനം. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരിയാണ്. മൈക്കൽ ഹോഫ്മാനാണ് നോവലിന്റെ പരിഭാഷകൻ.
ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ പുരുഷ പരിഭാഷകൻ കൂടിയാണ്. സമ്മാനത്തുകയായ £500,000 ഏകദേശം 53 ലക്ഷം രൂപ എഴുത്തുകാരിക്കും പരിഭാഷകനും തുല്യമായി വീതിച്ചു നൽകും. മറ്റ് ഭാഷകളിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത് ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകുന്നത്. ബൾഗേറിയൻ എഴുത്തുകാരനായ ജോർജി ഗോസ്പോഡിനോവ് നോവൽ ടൈം ഷെൽട്ടർ ആണ് 2023 ജേതാവ്. ബൾഗേറിയൻ എഴുത്തുകാരനായ ജോർജി ഗോസ്പോഡിനോവ് ആണ് 2023 ജേതാവ്. മറ്റ് ഭാഷകളിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത് ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകുന്നത്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് ഏഷ്യ പസഫിക് റീജിയണൽ രജിസ്റ്ററിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള 3 പൗരാണിക ഗ്രന്ഥങ്ങൾ രാമചരിതമാനസ് തുളസീദാസ്, പഞ്ചതന്ത്രം സഹൃദയ ലോകന ആനന്ദവർദ്ധനൻ. മംഗോളിയയിൽ നടന്ന മെമ്മറി ഓഫ് ദ വേൾഡ് ഏഷ്യ പസഫിക് മേഖലാ സമ്മേളനത്തിലാണ് കൃതികൾ തിരഞ്ഞെടുത്തത്. വിസ്മൃതിയിലാണ്ടുപോകുന്ന പൗരാണിക രേഖകൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 1992 MOW പദ്ധതി ആരംഭിച്ചത്. 1998 ഏഷ്യ പസഫിക് സമിതി രൂപവത്കരിച്ചു. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നയതന്ത്ര പ്രതിനിധിയുടെ പേര് വിക്ടോറിയ ഷീ. യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവായാണ് പ്രവർത്തിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? പൂനെ, മഹാരാഷ്ട്ര. ഇന്ത്യൻ ആർമിയും പുനിത് ബാലൻ ഗ്രൂപ്പും ചേർന്നാണ് പാർക്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെയാണ്? റോട്ടർഡാം, നെതർലാൻഡ്സ്. മെയ് 13-15 തീയതികളിലാണ് നടന്നത്. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനികാഭ്യാസത്തിൻ്റെ പേര് ശക്തി. മെയ് 13 മുതൽ 26 വരെ മേഘാലയയിലായിരുന്നു അഭ്യാസം നടന്നത്. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റമൽ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഒമാൻ. മണൽ എന്നർത്ഥം. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റമൽ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഒമാൻ. മണൽ എന്നാണ് അർത്ഥം.